ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 4 അപ്ഡേറ്റുകളെ കുറിച്ചാണ്. 4 വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ ഉപയോഗിക്കുന്ന നല്ലൊരു ടൂളാണെന്ന് പറയാം. കാരണം നമുക്ക് ഒരുപാട് വീഡിയോക്ക് കമന്റുകൾ വരാറുണ്ട്, നല്ലതും വരാറുണ്ട്, അല്ലെങ്കിൽ ബാഡ് കമന്റുകളും വരാറുണ്ടല്ലോ. പക്ഷെ ഇനി മുതൽ നമ്മുടെ വീഡിയോക്ക് കമന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ആള് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം എന്നുള്ള റൂള് നമുക്ക് വെക്കാം. അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ഒരാൾ കണ്ട് പ്ലേ ചെയ്ത് ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഗുഡ് കമന്റോ ബാഡ് കമന്റോ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അത് നമ്മുടെ ചാനലിലെ മൊത്തത്തിലായിട്ടും ചെയ്യാം, അതല്ലെങ്കിൽ ഒരു വീഡിയോക്ക് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പൊ ആ ആൾക്ക് ആ കമന്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഒരു പോപ്പപ്പ് വിൻഡോ വരും, ഈ ചാനൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പൊ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ നിർബന്ധിതരാവുന്നു. എന്നാൽ മാത്രമാണ് അവർക്ക് കമന്റ് ചെയ്യാൻ കഴിയുക. ഇത് നമുക്ക് പല രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പബ്ലിക്കിന് വേണമെങ്കിൽ അങ്ങനെ ആക്കി വെക്കാം, മെമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ രീതിയിലൊക്കെ ഫിൽട്ടർ ചെയ്ത് വെക്കാം. പക്ഷെ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോക്ക് നമുക്ക് ഒരുപാട് പേര് പറയുന്നൊരു പരാതിയാണ്, നല്ല വ്യൂസ് വരുന്നുണ്ട്, കമന്റ് വരുന്നുണ്ട്, പക്ഷെ അതൊന്നും സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മാറുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ ഒരു ടൂൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിന് നമ്മുടെ വീഡിയോക്ക് കമന്റ് ഇടണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകണം. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതാണ്. ഇതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. അപ്പൊ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. രണ്ടാമത്തെ അപ്ഡേറ്റും കമന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കമന്റുകൾ നമുക്ക് വരാറില്ല. അപ്പൊ അതിന് ഓരോന്നും നമ്മൾ ഇങ്ങനെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതിൽ തന്നെ നല്ല കമന്റുകൾ വരാറുണ്ട്, അത് ബാഡ് കമന്റുകൾ, അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട കമന്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇനി മുതൽ നമുക്ക് പുതിയൊരു ടൂൾ അവിടെ വരികയാണ്. നമുക്ക് എല്ലാം സെലക്ട് ചെയ്തിട്ട്, ഒരുപാട് കമന്റുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റും, ഒരുമിച്ച് റിപ്പോർട്ട് അടിക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള ഒരു പുതിയ ടൂള് യൂട്യൂബിൽ കമന്റ് സെക്ഷനിൽ വരുന്നുണ്ട്. ഇതും വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. മൂന്നാമത്തെ അപ്ഡേറ്റ് AI എഫക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പുതിയൊരു AI എഫക്റ്റ്, ഒരുപാട് ടൂളുകൾ അതിൽ വരുന്നുണ്ട് എഫക്റ്റുകളുടെ. പക്ഷെ ഇതിപ്പോ യൂട്യൂബ് ഷോർട്സ് മൊബൈലിൽ ലഭ്യമായിട്ടില്ല. പകരം ഡെസ്ക്ടോപ്പ് വേർഷനിലും അതുപോലെ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഉടനെ തന്നെ ഈ ഒരു ടൂൾ വിജയിക്കുകയാണെങ്കിൽ എത്രയും വേഗത്തിൽ മൊബൈലിലൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെ ഒരു AI എഫക്റ്റിന്റെ ഒരു ടൂളും ഡെസ്ക്ടോപ്പ് വേർഷനിലും ലാപ്ടോപ്പിലും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ അപ്ഡേറ്റ്. ഇനി നമുക്ക് നാലാമത്തെ അപ്ഡേറ്റ്, അവസാനത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ഇത് ബ്രാൻഡ് കണക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രാൻഡ് കണക്ട് എന്നുള്ള ഒരു ടൂൾ ലഭിക്കാറുണ്ട്. പക്ഷെ ആർക്കും ഇതുവരെ അതിലൂടെ ഒരു സ്പോൺസർഷിപ്പ് ലഭിച്ചതായിട്ട്, ഒരു ബ്രാൻഡ് ഡീൽ വന്നതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. പക്ഷെ അത് യൂട്യൂബിന് അറിയാം. അപ്പൊ യൂട്യൂബ് അതിൽ തന്നെ ഒരു പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരികയാണ്. അതായത് നമ്മളിപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ബ്രാൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ആ ബ്രാൻഡിനെ നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റുന്ന, ആ ഒരു കമ്പനിയെ ബ്രാൻഡിനെ നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ക്രിയേറ്ററും ആ ബ്രാൻഡും തമ്മിലുള്ള ഒരു ലിങ്ക് അവിടെ വർക്കാകും, അതല്ലെങ്കിൽ അവർക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് പറ്റിയ ചാനലാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നമ്മളിലേക്ക് കൂടുതൽ ബ്രാൻഡിൽ വരാൻ അവിടെ ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ ഏത് ബ്രാൻഡിനെ കുറിച്ചാണോ വീഡിയോ ചെയ്യുന്നത് ആ ബ്രാൻഡിനെ ടാഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും യൂട്യൂബിൽ വരുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് യൂട്യൂബിൽ വന്നിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ അപ്ഡേറ്റ്, അതായത് സബ്സ്ക്രൈബ് ചെയ്താലേ കമന്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് തോന്നി. നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ പറയുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.